നമസ്കാരം. പലതരത്തിലുമുള്ള ബഹളങ്ങളുടെ നടുവിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? എവിടെയും എല്ലായിടത്തും ബഹളമയമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും ആ ബഹളങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ ആളുകളും ബഹളങ്ങളും ഇല്ലാതെ ഒരു ഒറ്റപ്പെട്ട ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാതായിരിക്കുന്നു. എന്തിനധികം പറയുന്നു, കുറച്ച് സമയത്തേക്ക് പോലും നമുക്കൊന്ന് തനിച്ചിരിക്കാനോ ഒന്ന് നിശബ്ദത പാലിക്കാനോ ആരോടെങ്കിലും സംസാരിക്കാതിരിക്കാനോ പോലും കഴിയാതെ ആയിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറഞ്ഞു തരാം. നിശബ്ദത നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതൊരു അത്ഭുതകരമായ സത്യമാണ്. എന്ന് വെച്ചാൽ നിശബ്ദത പാലിച്ച് നമുക്ക് ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നിശബ്ദത പാലിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത്തരം സംഭവങ്ങളെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ നിശബ്ദത പാലിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാനാവുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ചുറ്റുമൊന്ന് നോക്കിയാൽ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നിശബ്ദത പാലിക്കുന്ന പല മനുഷ്യരെയും നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാവരും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നിശബ്ദത പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളായി മാറാറുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമാണ് നിശബ്ദത എന്ന് പറയുന്നത്. ഇത്രയുമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായി, അല്ലേ? നിശബ്ദത പാലിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാനാവും എന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, നിശബ്ദത എന്ന് പറഞ്ഞാൽ വാ അടച്ചു വെക്കൽ മാത്രമല്ല, അതുമല്ലെങ്കിൽ ബാഹ്യമായ മൗനം പാലിക്കൽ മാത്രമല്ല, മറിച്ച് അത് മനസ്സിൻ്റെ നിശബ്ദതയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശാന്തമാണോ? നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ റെസ്റ്റ് കൊടുക്കാറുണ്ടോ? എന്നാൽ നിങ്ങളുടെ നിശബ്ദത എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മനസ്സിലാക്കാൻ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വേഷവിധാനങ്ങളും ഫിസിക്കൽ അപ്പിയറൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾ മുടിയൊന്നും ചെയ്യാതെ അലസമായി ഡ്രസ്സൊക്കെ ധരിച്ച് അടുക്കും ചിട്ടയും ഇല്ലാതെ ഒന്ന് ഇരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അത്ര മോശമല്ലാത്ത ഒരു വ്യക്തി നിങ്ങളെ കാണാനായി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു എന്നും കരുതുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക? നിങ്ങൾ അപ്പോഴായിരിക്കുന്ന ആ അലസമായ ഡ്രസ്സ് ധരിച്ച് നിങ്ങൾ ഓടിപ്പോയി ഡോറ് തുറന്ന് ആ വ്യക്തിയെ സ്വീകരിക്കുമോ? ഇല്ലല്ലോ. പകരം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ആദ്യം എണീറ്റ് കണ്ണാടിയുടെ മുമ്പിലേക്ക് ഓടും. നിങ്ങളെ അടിമുടി ഒന്ന് നോക്കി നിങ്ങളുടെ മുടി ഒന്ന് ചീവി വയ്ക്കും. വസ്ത്രങ്ങളൊക്കെ ഒന്ന് നേരെയാക്കി ഉറപ്പുവരുത്തും. വീട്ടിൽ അലസമായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് ധൃതിയിൽ ഒന്ന് അടുക്കി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. ശരിയല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് ഇരുന്ന ഡ്രസ്സിൽ ആ കോലത്തിൽ പോയി ഡോറങ്ങ് തുറന്നാർ പോരായിരുന്നോ? അതിന് കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ആ വ്യക്തിയുടെ മുൻപിലേക്ക് പോകുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ മുൻപിലേക്ക് പോകത്തക്ക രീതിയിലാണോ നിങ്ങളുടെ അപ്പിയറൻസ് എന്നുള്ള സ്വയം ബോധം നിങ്ങൾക്ക് വരുന്നത് കൊണ്ടല്ലേ. അങ്ങനെ അയാളുടെ മുമ്പിൽ ചെല്ലാനുള്ള യോഗ്യതയിലാണോ നിങ്ങൾ എന്ന് സ്വയം പരിശോധിക്കുകയല്ലേ ചെയ്യുന്നത്. അതിപ്പോൾ ആ വ്യക്തിയുടെ മാത്രമല്ല, നമ്മളൊന്ന് പുറത്തിറങ്ങി ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് പോവുകയാണെങ്കിൽ പോലും നമ്മൾ പെർഫെക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലേ പോവുകയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് വ്യക്തികളെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഫേസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും. മറ്റുള്ളവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ സ്വയം ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. അതിനുള്ള എളുപ്പ വഴിയാണ് സൈലൻസ് അഥവാ നിശബ്ദത എന്ന് പറയുന്നത്. നിശബ്ദതയേക്കാൾ ശക്തിയുള്ള മറ്റൊരു വലിയ ശക്തി ഈ ലോകത്ത് വേറെ ഇല്ല എന്നുള്ളതാണ് ശ്രീബുദ്ധൻ പറയുന്നത്. അപ്പോൾ ശ്രീബുദ്ധൻ്റെ ജീവിതം തന്നെ ഉദാഹരണമായി എടുത്തു നോക്കൂ. തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി വർഷങ്ങളോളം മനസ്സിനെ ഏകാഗ്രമാക്കി നിശബ്ദത പാലിച്ച് ശാന്തതയോടെ തപസ്സനുഷ്ഠിച്ച അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീബുദ്ധൻ. അതുപോലെ തന്നെ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച പല വ്യക്തികളെയും പല പുരാണങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് മനസ്സിൻ്റെ നിശബ്ദത എന്ന് നമ്മൾ പറയുന്നത്. കാട്ടിലെ ഏറ്റവും ശക്തിമാനായ സിംഹം മുതൽ ഏറ്റവും നിസ്സാരനായ പല്ലി വരെ ഇരപിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ ഇരപിടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിശബ്ദതയിലേക്ക് മെല്ലെ പതുങ്ങും. താൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഇരയിലേക്ക് എത്താനുള്ള മാർഗം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് അതിലൂടെ അവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിശബ്ദത എന്ന് പറയുന്നത് തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് തൊട്ടു മുൻപ് ജീവികളിൽ കാണുന്ന ഒരു സവിശേഷതയാണ്.
അതുപോലെ തന്നെ പുരാണങ്ങളിൽ വീണ്ടും ശ്രദ്ധിച്ചാൽ വലിയ വലിയ യുദ്ധങ്ങൾക്ക് മുൻപ് രാജാക്കന്മാരും അതിൻ്റെ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളും കാലങ്ങളോളം തപസ്സനുഷ്ഠിച്ചിരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ നമുക്കും ഇവിടെ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നിശബ്ദത വളരെ അത്യാവശ്യമാണ്. അതിന് നമുക്ക് നിരന്തരമായി പരിശീലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ വായ കൊണ്ട് മൗനം പാലിക്കുകയും മനസ്സുകൊണ്ട് സംസാരിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് അത് നമുക്ക് ഗുണകരമാകുക? അങ്ങനെയായാൽ അത്തരത്തിലുള്ള ആ പരിശീലനം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒന്നും സംസാരിക്കാനേ പാടില്ല എന്നുള്ളതല്ല മൗനവ്രതം, മറിച്ച് എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാനില്ല എന്നുള്ളതാണ് മൗനവ്രതം. ഇപ്പോൾ നമ്മൾ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ചിന്ത കുറയും. കാരണം നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. സാധാരണയായി ഒരു മനുഷ്യൻ്റെ മനസ്സ് ചിന്തകളുടെ കൂമ്പാരമാണ് എന്ന് പറയാം. എന്നാൽ നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളെ നമുക്ക് പല രീതിയിൽ ചിത്രീകരിക്കാൻ കഴിയും. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലെ ചിന്തകളെ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, 1 മിനിറ്റിൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുക. 1 സെക്കൻഡ് ദൈർഘ്യമുള്ള 60 കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആരോഗ്യമുള്ളതായിരിക്കില്ല. എന്നാൽ അത് നേരെ പകുതിയായി 1 മിനിറ്റിൽ 30 കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് കുറച്ച് ആരോഗ്യകരമായിരിക്കും എന്ന് പറയാം. എന്നാൽ 1 മിനിറ്റിൽ തികച്ചും 1 കാര്യം മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണ ആരോഗ്യമുള്ള മനസ്സാണ് എന്ന് വിലയിരുത്താം. എന്ന് വെച്ചാൽ ഒരു ചിന്ത ഏറ്റവും അധികം സമയം അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിൻ്റെ ആരോഗ്യം. നിങ്ങൾക്ക് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിലോ അതിനായി ആ ഒരു കാര്യത്തിലേക്ക് കൂടുതലായി ഫോക്കസ് ചെയ്യണമെങ്കിലോ മനസ്സിൻ്റെ നിശബ്ദത അനിവാര്യമാണ് എന്നുള്ളതാണ്. എന്നാൽ ആ നിശബ്ദതയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത്ര ഈസിയായ കാര്യമൊന്നുമല്ല കേട്ടോ. അതിന് അത്യാവശ്യം പരിശീലനമൊക്കെ ആവശ്യമുണ്ട്. ഇതിനെയാണ് ശാന്തിയുടെ അഭ്യാസം അല്ലെങ്കിൽ നിശബ്ദതയുടെ പരിശീലനം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഈ പരിശീലനം ഒരു ദിവസത്തിൽ മുഴുവനായോ അല്ലെങ്കിൽ 1 മണിക്കൂറോ എങ്ങനെ വേണമെങ്കിലും പരിശീലിക്കാവുന്നതാണ്. ഇത് ഒരു തരത്തിലുള്ള ബോധപൂർവമായ വിശ്രമമാണ്. എന്നാൽ ഇതിന് നിരവധിയായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണ്ടിവരും എന്നുള്ളതാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ പരിശീലനം എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കൂ. ഒരു ദിവസത്തിലെ 1 മിനിറ്റിൽ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഈ ചിന്തകൾ ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം, നെഗറ്റീവായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതോ ആവാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളിത് പരിശീലിക്കുന്നതെന്ന് സ്വയം വിശ്വസിക്കുകയും മനസ്സിനെ പഠിപ്പിക്കുകയും ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ ആരോടും സംസാരിക്കരുത് എന്നല്ല മൗനവ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ നമ്മളുടെ ചിന്തകളെയാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കത്തിൽ 1 മണിക്കൂറാണ് മൗനം പാലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനായി നിങ്ങൾ സ്വയം തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനം. ആ സമയത്തൊക്കെ നിങ്ങൾ കൂടുതൽ സമയം ഒറ്റയ്ക്കായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലല്ലേ മറ്റുള്ളവരോട് സംസാരിക്കാൻ തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം അടുത്ത് മറ്റാരും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഫോണിൽ സംസാരിക്കുക, അതും വളരെ കുറച്ചു മാത്രം. ഈ അഭ്യാസം നിങ്ങൾ ആദ്യം പരിശീലിക്കുന്നത് 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂറിനെ നിങ്ങൾ ആദ്യം ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്തതിൽ കുറച്ച് സമയം നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ മനസ്സിനെ ഏകാഗ്രമാക്കി ചിന്തകളില്ലാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയം നിങ്ങൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക. കുറച്ച് സമയം നിങ്ങൾ എന്തെങ്കിലും കുറച്ച് മോട്ടിവേഷൻ ചിന്തകളിൽ മുഴുകിയിരിക്കുക. ആ ചിന്തകൾ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷം തരുന്നവയായിരിക്കണം എന്ന് മാത്രം. കുറച്ച് സമയം വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിക്കുന്ന കുറച്ച് സംഗീതം ആസ്വദിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂർ വെച്ച് നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് ചെയ്തു നോക്കൂ. അത്തരത്തിൽ ചെയ്ത് ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അത്തരത്തിൽ പെട്ടെന്ന് നിങ്ങളിൽ പ്രകടമാവുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ആത്മവിശ്വാസം, സ്വയം വിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ്. എന്തും ചെയ്യാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങളിൽ വർദ്ധിക്കും. ഇത് നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം, നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കൂടും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കുറ്റമറ്റതാവുകയും വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ്.
എന്ന് വെച്ചാൽ ശ്രദ്ധ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം ജീവിതത്തിൽ എന്തിനേയും പോസിറ്റീവായി കാണാൻ കഴിയും എന്നുള്ളതാണ്. നെഗറ്റീവ് ചിന്താഗതികൾ നിങ്ങളിൽ നിന്ന് സ്വയം അകന്നുപോകും. മാത്രമല്ല നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. അതും മാത്രമല്ല നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആകുന്നതോടൊപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരെയും മോട്ടിവേറ്റഡ് ആക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന ആൾക്ക് മാത്രമേ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ എന്തെങ്കിലും കാര്യത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ അവിടെ നിശബ്ദത നിങ്ങൾക്ക് ഉത്തരമായി മാറും. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ നിശബ്ദത പാലിക്കുമ്പോൾ പ്രപഞ്ചശക്തിയും നിങ്ങളുടെ മനസ്സും അല്ലെങ്കിൽ നിങ്ങളുമായി നേരിട്ടൊരു കണക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കുക, നിശബ്ദതയ്ക്ക് അത്രയും ശക്തിയുണ്ട് എന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഇത് പരിശീലിക്കാൻ തയ്യാറായാൽ വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.